മിനിസ്റ്റർ, ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയും ഒരു പദ്ധതി രൂപരേഖ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ അത് 150 ഏക്കറിലാണ് ഒരു പദ്ധതി ടൗൺഷിപ്പ് ആലോചിക്കുന്നത്. ഒരു കുടുംബത്തിന് 15 സെൻറ്റ് വീതം, അങ്ങനെ 3 കിടപ്പുമുറികളുള്ള വീട് വിഭാവനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ടൗൺഷിപ്പിലെ എല്ലാ സംവിധാനങ്ങളും, ആരാധനാലയങ്ങൾ, പ്ലേ ഏരിയകൾ എല്ലാം അടങ്ങുന്ന ഒരു സംവിധാനമാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി രേഖകൾ, ഇത്തരത്തിൽ പല പദ്ധതി രേഖകളും സർക്കാരിന് സ്വാഭാവികമായും ലഭിച്ചിട്ടുണ്ടാകും. അത് സ്വീകരിക്കുന്നതിലുള്ള മാനദണ്ഡം ഏത് രൂപത്തിലായിരിക്കും? കാരണം വേഗത്തിൽ പൂർത്തിയാക്കുക എന്നാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളത് 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ് കൃത്യമായി അറിയിച്ചിട്ടുള്ളത്. സർക്കാരിന് സ്വാഭാവികമായും അത് ഒറ്റയ്ക്ക് സാധ്യമാകില്ല. അപ്പോൾ ഈ പദ്ധതി രേഖകൾ പലരായി സമർപ്പിക്കുമ്പോൾ അത് എങ്ങനെയാണ് അതിലൊരു മാനദണ്ഡം ഉണ്ടാവുക സർക്കാരിന്? അതിൽ 2 തരത്തിലാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതാണ് പ്രധാനമായിട്ടും ഫണ്ട് സമാഹരണത്തിൻ്റെ സംവിധാനം. ഏറ്റവും സുതാര്യമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് അത് പ്രവർത്തിക്കുന്നു. നാനാ മേഖലയിൽ നിന്ന്, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അതിലേക്കുള്ള സഹായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2, വിവിധ തരത്തിലുള്ള സംഘടനകൾ, സംവിധാനങ്ങൾ, ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പോലുള്ള മാധ്യമങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഇവരെല്ലാം പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥലം മാത്രം നൽകാൻ തയ്യാറായവരുണ്ട്, ഇത്ര വീട് നിർമ്മിക്കാം എന്ന് തയ്യാറായിട്ടുള്ള വാഗ്ദാനം നൽകിയവരുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർ ടി വിയെ പോലെ 150 ഏക്കർ സ്ഥലവും വീടും നിർമ്മിച്ച് നൽകാം, ടൗൺഷിപ്പിൻ്റെ കാര്യങ്ങളിൽ ചുമതലയെടുക്കാം എന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി. ഇങ്ങനെയുള്ള ഒന്നും നമ്മൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ടല്ല, ഇതിനെല്ലാം എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും, അതിലേതെല്ലാം നമുക്ക് ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിയും, അത് പരിശോധിക്കാൻ വേണ്ടി മാത്രം നമ്മളിപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥയെ, നേരത്തെ അവിടെ ജില്ലാ കളക്ടറായിരുന്ന ഉദ്യോഗസ്ഥയെ ഇതിനു വേണ്ടി മാത്രം, ഇത്തരം സഹായങ്ങളുടെ ഏകോപനത്തിന് വേണ്ടി മാത്രം ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈ പരസ്യമായി വന്നിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കൂടാതെ നേരിട്ടും ഇമെയിൽ വഴിയും ഫോൺ വഴിയും അഭിപ്രായങ്ങൾ നൽകാനുള്ള സൗകര്യവും പ്രത്യേകം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിക്കും. നമ്മൾ ആദ്യം കാണേണ്ട ഒരു ഭാഗം, നമുക്ക് സ്ഥലം, ഇത്തരത്തിലുള്ള ഭീഷണികളൊന്നുമില്ലാതെ ഒരു ടൗൺഷിപ്പ് നിർമ്മാണത്തിന് നിയമപരമായി സാധ്യതകളുള്ള ഒരു സ്ഥലം ആദ്യം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഈ വന്ന അഭിപ്രായങ്ങളിലുള്ള സ്ഥലങ്ങളുണ്ട്. നേരത്തെ ഞങ്ങൾ നടത്തിയ യോഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ഒരേപോലെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ടൗൺഷിപ്പ്, ഒരു ശാസ്ത്രീയമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഭൂചലനങ്ങളും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റേതായിട്ടുള്ള പാരിസ്ഥിതികമായ മാറ്റങ്ങൾ, അതിനെല്ലാം തന്നെ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു നിർമ്മിതികളായിരിക്കും നമുക്ക് അവിടെ വേണ്ടി വരിക. അതെല്ലാം ഒരു വളരെ പ്ലാൻഡായിട്ടും പ്രൊഫഷണലായിട്ടും സമീപനത്തോടെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും സർക്കാർ പരിശോധിക്കും. ശരിയായ രൂപത്തിൽ തന്നെ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയും. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിശോധിച്ച് നമ്മുടെ സാധ്യത, പരിമിതി, നിയമപരമായ വശങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളും കണക്കാക്കുന്നത് അതിവേഗത്തിൽ തന്നെ നമുക്ക് ഇവരെ പഴയതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിതാവസ്ഥകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. പഴയതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ടൗൺഷിപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അവരുടെ ജീവിത ഉപാധികൾ തന്നെ നമുക്ക് കുറെ കൂടി ശക്തമായി മെച്ചപ്പെടുത്താൻ കഴിയണം. അതിന് ഈ സഹായങ്ങളെല്ലാം എങ്ങനെ ഏകോപിപ്പിക്കാൻ കഴിയും, അത് സർക്കാർ ശരിയായ രൂപത്തിൽ പരിശോധിക്കും. അതിന് സംവിധാനമുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, അതുപോലെ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനം, ഇവരെല്ലാം തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സമഗ്രമായ പദ്ധതി അധികം വൈകാതെ തന്നെ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇതിപ്പോൾ 2019 ദുരന്തമുണ്ടായ പുത്തുമലയിൽ, അവിടെ 17 ജീവനുകളാണല്ലോ പൊലിഞ്ഞത്. അവിടെ നഷ്ടം സംഭവിച്ചവർക്ക് 56 വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്, 7 സെൻറ്റ് വീതം സ്ഥലത്ത്. അത് പുത്തുമലയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ മുണ്ടക്കയിലും ചൂരൽമലയിലുമുള്ള ആളുകൾ, രക്ഷപ്പെട്ട ആളുകൾ പറയുന്നത് ഞങ്ങൾക്കിനി അവിടേക്ക് പോകണ്ട എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അതൊരു ശ്മശാന ഭൂമിയായിരിക്കുന്നു, ഒരു ദുരന്ത ഭൂമിയായിരിക്കുന്നു. കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള നഷ്ടമാണല്ലോ സംഭവിച്ചത്. അതവരുടെ വൈകാരിക തലം. അതിലപ്പുറം അവിടെ ഇനി ഒട്ടും സേഫ് അല്ല എന്നൊരു വിഷയം കൂടി നിൽക്കുന്നു. അപ്പോൾ സുരക്ഷിതമായ സ്ഥലം വയനാട്ടിൽ കണ്ടെത്തുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് മിനിസ്റ്റർ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ആലോചനകൾ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട, ആദ്യത്തെ ഏറ്റവും സുപ്രധാനമായൊരു ഘടകം ഈ സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ചൂരൽമലയെക്കുറിച്ച് നേരത്തെ നിങ്ങളുടെ പ്രതിനിധി ഇന്നലെ ഞാൻ വയനാടുള്ളപ്പോൾ അവരോടും പറയുകയുണ്ടായി. എറണാകുളം ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞു, അദ്ദേഹം സബ് കളക്ടർ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് കഴിഞ്ഞ തവണത്തെ അവിടെ ദുരന്തമുണ്ടാകുന്നത്. അപ്പോൾ ചൂരൽമലയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞത്, നമ്മളെത്ര ഭാഗ്യം ചെയ്തവരാണ്, ഇവിടെ നമുക്കൊരു അപകടമില്ലല്ലോ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ചിലരെല്ലാം സൂചനകൾ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അവിടെയാണ് ഇത്രയും വലിയ ആഘാതം ഉണ്ടായത്.
അപ്പോൾ നല്ല ഒരു പരിശോധന ഇനിയൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ തിരിച്ച് അങ്ങോട്ട് മടക്കമെന്നുള്ളത് ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ പോലും ഇത്തരം ഒരു വലിയ ദുരന്തത്തെ നേരിട്ടവർക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമായിരിക്കുകയില്ല, അത്തരം ഭീഷണികളില്ലെങ്കിൽ പോലും. അപ്പോൾ ആ ഭീഷണി കൂടി ഇതേപോലത്തെ ഒരു അനുഭവം ആയതുകൊണ്ട് അവിടെ എന്തായാലും സുരക്ഷിതമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വയനാടിൻ്റെ പൊതുസ്ഥിതികൾ പരിശോധിച്ചുകൊണ്ട് എവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അപകട സാധ്യതകളോ മുന്നറിയിപ്പുകളോ ഇല്ലാത്തത്, നിയമപരമായിട്ട് വീടുകളും ടൗൺഷിപ്പിനും പറ്റുന്ന സ്ഥലം ഏതാണ്, നിയമത്തിൻ്റെ പല സങ്കീർണതകളേറെയുള്ള ഭൂപ്രശ്നത്തിലുള്ള സ്ഥലമാണ് വയനാട്. അവരെല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിശോധിച്ചിട്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ വന്ന വാഗ്ദാനങ്ങളെല്ലാം ഈ റവന്യൂ വിഭാഗത്തിൻ്റെ തന്നെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയും ഉദ്യോഗസ്ഥ സംഘവും പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ എല്ലാ അഭിപ്രായങ്ങളെയും ശരിയായ രൂപത്തിൽ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പിലേക്ക് പോകാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്.